ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 10-ാം സങ്കീർത്തനം 18-ാം വാക്യം. യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു, അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുവാൻ പോകുന്നു എന്ന ഉറപ്പോടുകൂടിയാണ് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. നമ്മുടെ കണ്ണുനീരിൻ്റെയും വേദനയുടെയും ശബ്ദം കേൾക്കുന്ന ദൈവം അനാഥൻ്റെയും പീഡിതൻ്റെയും ഹൃദയം ഉറപ്പിക്കുകയും അവൻ്റെ ചെവി ചായ്ച്ച് ശ്രദ്ധയോടെ നമ്മുടെ നിലവിളി കേൾക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇനി വേദനപ്പെടേണ്ട, ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യം കേൾക്കുവാൻ ചെവി ചായ്ച്ച് നമ്മുടെ അരികിൽ അവനുണ്ട്. പ്രിയ സ്നേഹിതരെ, ആരും നമ്മുടെ വേദന അറിയുന്നില്ല, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്ന ചിന്തയോടെയാണ് ഈ ധ്യാനം ശ്രവിക്കുന്നതെങ്കിൽ നിന്റെ ഹൃദയത്തെ അറിയുന്ന, നിന്റെ ഹൃദയത്തെ ഉറപ്പിക്കുന്ന ദൈവസാന്നിധ്യം ഈ പ്രഭാതത്തിങ്കൽ നീ തിരിച്ചറിഞ്ഞാട്ടെ. നിന്റെ അപേക്ഷ കേട്ട് നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള കർത്താവ് നിന്റെ അരികിലുണ്ട്. നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുവാനായി അവൻ ചെവി ചായ്ച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യങ്ങൾ ദുഷ്ടനെ സഹായിക്കുന്ന ക്രമങ്ങളായിരിക്കാം. എന്നാൽ ആരുമില്ലാത്തവരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നു എന്ന് ഉറപ്പോടെ ഇന്നത്തെ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ നിലവിളി കേൾക്കുവാനായി നിൻ്റെ ചെവി ചായ്ച്ച് എൻ്റെ അരികിൽ നിന്റെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.